നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി വിശന്നിരുന്ന നടനാണ് പ്രേംനസീർ. വിശന്നിരുന്നു എന്ന് തന്നെ പറയാം. നല്ല കഥാപാത്രം കിട്ടുമ്പോൾ തൻ്റെ അഭിനയ ശേഷിയുടെ ഉത്തുംഗ ശൃംഗങ്ങളിൽ അദ്ദേഹം എത്തുമായിരുന്നു. മുറപ്പെണ്ണ്, ഇരുട്ടിൻ്റെ ആത്മാവ് തുടങ്ങിയ ചിത്രങ്ങൾ ഉദാഹരണം. പടയോട്ടം എന്ന ചിത്രം ഉത്തമ ഉദാഹരണം. പടയോട്ടത്തിൽ പ്രേംനസീർ അവതരിപ്പിച്ച വേഷം മോഹൻലാലോ മമ്മൂട്ടിയോ ചെയ്തിരുന്നെങ്കിലോ ഒന്നും സംഭവിക്കുകയായിരുന്നില്ല. പടയോട്ടത്തിലെ ആ തമ്പാൻ എന്ന കഥാപാത്രം പ്രേംനസീറിന് മാത്രം ചെയ്യാവുന്ന കഥാപാത്രമാണ്. അദ്ദേഹത്തിന് പത്മഭൂഷണൊക്കെ കിട്ടി, പക്ഷേ മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയില്ല. ഒരുപാട് സിനിമകളിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടും അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടാത്തത് വലിയൊരു ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുന്നു. പറഞ്ഞു വരുന്നത് പ്രേംനസീറിന്റെ ചിന്താഗതിയെ പറ്റിയാണ്. ഭരതൻ, പത്മരാജൻ, MT വാസുദേവൻ നായർ തുടങ്ങിയ സമാന്തര സിനിമയിൽപ്പെട്ട വ്യക്തികളെ അദ്ദേഹം ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇവിടെ പറയും മുമ്പേ എന്ന ചിത്രത്തിന്റെ കഥ മോഹൻ പറഞ്ഞപ്പോൾ ആ നിമിഷം ഡേറ്റ് കൊടുത്ത വ്യക്തിയാണ് പ്രേംനസീർ. അതിൽ ആ മാധവൻകുട്ടി എന്ന കഥാപാത്രം പ്രേംനസീറിന്റെ അവിസ്മരണീയമായ കഥാപാത്രമാണ്. അതുപോലെ തന്നെ ഭരതനും IV ശശിയും പത്മരാജനുമൊക്കെ ഡേറ്റ് ചോദിച്ചാൽ അപ്പോൾ കൊടുക്കുമായിരുന്നു പ്രേംനസീർ. പക്ഷേ പ്രേംനസീറിനെ ഭരതൻ ചതിച്ച ഒരു കഥയാണ് പറയുന്നത്, ഒരു സംഭവമാണ് പറയുന്നത്. ആ ചിത്രത്തിന്റെ പേര് പാർവതി എന്നാണ്. കാക്കനാടന്റെ അടിയറവ് എന്ന നോവലിനെ ആസ്പദമാക്കി ഭരതൻ ഒരുക്കിയ പാർവതി ഒരു തകർന്ന ഇല്ലത്തിലെ കുടുംബാംഗമായ തമ്പുരാട്ടിക്ക് നിലനിൽപ്പിന് വേണ്ടി വ്യഭിചരിക്കേണ്ടി വരുന്ന ചിത്രം. ആ തമ്പുരാട്ടിയെ വ്യഭിചാരത്തിന്റെ വഴികളിലേക്ക് കൊണ്ടുപോകുന്ന ഉർമീസ് എന്ന കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ പ്രേംനസീർ അവതരിപ്പിച്ചത്. ഉർമീസ് എന്ന കഥാപാത്രം പ്രേംനസീറിന്റെ തിലകക്കുറിയായി മാറുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ ചിത്രം പുറത്തിറങ്ങി. ചിത്രത്തിൽ നായികയായി വന്നത് MGR ലതയാണ്. ലത എന്നാണ് അവരുടെ യഥാർത്ഥ പേര്. MGR ലത എന്നറിയപ്പെട്ടത് അവർ MGRന്റെ പെറ്റ് ആയതുകൊണ്ടാണ്. MGRന്റെ ചിത്രങ്ങളിൽ അഭിനയിച്ച് പ്രശസ്തി നേടിയ നടിയാണ് ലത. MGRും ലതയും തമ്മിലുള്ള അവിഹിത ബന്ധവും പ്രണയവും ഒക്കെ അക്കാലത്ത് തമിഴ് സിനിമയിൽ പാട്ടായിരുന്നു. ലത സിനിമയിലേക്ക് നസീറിന്റെ നായികയായി എത്തിയപ്പോൾ നസീറിന് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കാരണം അന്ന് തെന്നിന്ത്യൻ സൂപ്പർ നടിയാണ് ലത. പ്രേംനസീർ മലയാളത്തിലെ സൂപ്പർ താരമാണ്. ലതയും പ്രേംനസീറും തമ്മിലുള്ള രതിക്രീഡകൾ വിശദമായി ചിത്രീകരിച്ച ചിത്രമാണ് പാർവതി. പാർവതി കാണാത്ത പ്രേക്ഷകർക്ക് ആ ചിത്രമൊന്ന് കണ്ടു നോക്കാം. അതിലൊരുപാട് രതിരംഗങ്ങളാൽ സമ്പന്നമാണ്. ആ ചിത്രം ഒരുപാട് രതിരംഗങ്ങളാൽ സമ്പന്നമാണ്. ഉർമീസ് എന്ന കഥാപാത്രം ലത അവതരിപ്പിക്കുന്ന തമ്പുരാട്ടിയെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നതും അവൾ അതുവരെ ശീലിച്ചിട്ടില്ലാത്ത മദ്യം അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ അവർക്ക് നൽകുന്നതും ഒക്കെയാണ് ആ ചിത്രത്തിൽ ഉടനീളം. ഉർമീസായി പ്രേംനസീർ അസാധ്യമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രേംനസീറിന്റെ അതുവരെയുള്ള കഥാപാത്രങ്ങളിൽ വ്യത്യസ്തമായിരുന്നു ഉർമീസ്. പക്ഷെ ആ ചിത്രത്തിന്റെ വാല്യൂ കുറച്ചു കളഞ്ഞത്, ആ ചിത്രത്തിന്റെ മൂല്യം തകർത്തത് പ്രേംനസീറും ലതയും തമ്മിലുള്ള രതിരംഗങ്ങളാണ്. പടം റിലീസായി വലിയ വിജയം നേടാൻ സാധിച്ചില്ല. ഭരതന്റെ സിനിമയിൽ അഭിനയിക്കുക എന്ന പ്രേംനസീറിന്റെ ആഗ്രഹം സഫലമായി. പക്ഷേ ആ ആഗ്രഹം പ്രേംനസീറിന് തേച്ചാലും മായ്ച്ചാലും തീരാത്ത കളങ്കമായി മാറുകയും ചെയ്തു.